വേഷം മാറിയെത്തിയ 7 വനിതാ പോലീസുകാർ. 40 ദിവസത്തെ കാത്തിരിപ്പ്. ഒടുവിൽ തകർക്കപ്പെട്ടത് ഒരു വലിയ ചതിക്കുഴി. നാസിക് TCS യൂണിറ്റിലെ അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും പുറത്തുകൊണ്ടുവന്ന ആ മാസ്റ്റർ പ്ലാൻ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. 2026 ഫെബ്രുവരിയിലാണ് നാസിക് പോലീസിന് ആ നിർണായക പരാതി ലഭിക്കുന്നത്. ഒരു യുവതിയുടെ ജീവിതശൈലിയിലും വിശ്വാസങ്ങളിലും വന്ന അസ്വാഭാവിക മാറ്റങ്ങൾ കണ്ട് ഭയന്ന കുടുംബം സഹായം തേടിയെത്തുകയായിരുന്നു. കമ്പനിക്കുള്ളിൽ ജീവനക്കാർക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ചിലരെ മതപരമായ മാറ്റങ്ങൾക്ക് നിർബന്ധിക്കുന്നുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു. പക്ഷേ കൃത്യമായ തെളിവില്ലാതെ നടപടിയെടുക്കുന്നത് അസാധ്യമായിരുന്നു. ഇവിടെയാണ് നാസിക് പോലീസ് തങ്ങളുടെ രഹസ്യ ദൗത്യം ആരംഭിച്ചത്. 7 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളായി വേഷം മാറി ഓഫീസിനുള്ളിൽ കയറി. ആരും ശ്രദ്ധിക്കാത്ത ശുചീകരണ തൊഴിലാളികളായി 40 പകലും രാത്രിയും അവർ ആ ഓഫീസിനുള്ളിൽ ചെലവഴിച്ചു. നിലം തുടയ്ക്കുന്നതിനിടയിലും മുറികൾ വൃത്തിയാക്കുന്നതിനിടയിലും ടീം ലീഡർമാരുടെ പെരുമാറ്റവും അസ്വാഭാവികമായ മീറ്റിംഗുകളും അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളായതുകൊണ്ട് തന്നെ ആരും സംശയിക്കാതെ കുറ്റകൃത്യങ്ങളുടെ വ്യക്തമായ തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് കഴിഞ്ഞു. തുടർന്ന് നടന്ന ഡിജിറ്റൽ പരിശോധനയിൽ പ്രതികളുടെ ഫോണിലെ വാട്സാപ്പ് ചാറ്റുകളും പോലീസ് വീണ്ടെടുത്തു. വിദേശത്തുള്ള ചില വ്യക്തികളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ പ്രേരിപ്പിക്കുന്ന നെറ്റ്വർക്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും കണ്ടെത്തി. തെളിവുകൾ ഉറപ്പിച്ചതോടെ ഒരു വനിതാ HR മാനേജർ ഉൾപ്പെടെ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് കുറ്റാരോപിതരായ എല്ലാ ജീവനക്കാരെയും കമ്പനി പുറത്താക്കി. യൂണിഫോം ഊരിവെച്ച് സാധാരണ ജോലിക്കാരായി വേഷം മാറി കുറ്റവാളികളെ പിടികൂടിയ ഈ വനിതാ ഓഫീസർമാരുടെ ധീരത വലിയ അഭിനന്ദനമാണ് ഏറ്റുവാങ്ങുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.